ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്ന് നമ്മളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ്. ഈസി ആയിട്ട് റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ അതെന്താണെന്നാണ് ഞാനിപ്പോൾ ചെയ്തു തരാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1/4 മുറി അനാറ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ചോക്ലേറ്റാണ്, ഒരു ചോക്ലേറ്റിൻ്റെ പീസ് അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കസ്കസാണ്. അതൊരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇവിടെ ഒരു 2 സ്പൂണ് കസ്കസ് കുതിർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2 സ്പൂണ് കസ്കസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തിരിക്കുന്നത് നമ്മുടെ റാഗിയാണ്. റാഗി കുറുക്കുണ്ടാക്കി, അതായത് അറിയാമല്ലോ റാഗി എങ്ങനെ കുറുക്കുണ്ടാക്കുന്നത്. ഇത് ഒരുപാടൊന്നുമില്ല, ഒരല്പം റാഗി, അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. അത് ഒരു 5 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത്, നേരത്തെ വെള്ളത്തിലിടുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ല, അതിനിപ്പോൾ ഇടാൻ താമസിച്ച് പോയെങ്കിൽ അതിനും കുഴപ്പമില്ല. കഴുകി വൃത്തിയാക്കി മിക്സിയിൽ അരച്ചെടുത്താലും നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് പറ്റും. ഞാനൊന്ന് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തൊന്നുമില്ല, ഒരു 2 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് എന്ത് ചെയ്തു, നേരെ ഡയറക്റ്റ് മിക്സിയിലിട്ട് അരച്ച് വെള്ളം ഏറെ ഒഴിച്ച് നന്നായിട്ട് അരിച്ച് അതിൻ്റെ തെളി മാത്രം എടുത്തതാണിത്. എന്നിട്ട് ഒരു അണിവെല്ലം കൂടെ ഇതിനകത്തേക്കിട്ട് കുറുക്കി നന്നായിട്ട് വേവിച്ച് എടുത്തതാണ്. ഈ മിക്സ് നമ്മൾ നന്നായിട്ട് വേവിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, ചിലർക്ക് വയറുവേദന ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത് വെന്ത് നല്ലപോലൊക്കെ വേകണം. അപ്പോൾ ഇച്ചിരി വെള്ളം നീട്ടി ഒഴിച്ച് നല്ലപോലൊക്കെ കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തതാണ് ഇത്. എന്താണ്, റാഗിയും ഒരു ആണിവെല്ലം കൂടെ കുറുക്കി വെച്ചിട്ടുള്ളതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത്, അതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ബൗളിലേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കസ്കസ് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നു. നമ്മുടെ ഈ ചോക്ലേറ്റ് ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയിക്കോളൂ. ഇനിയിപ്പോൾ പൊടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. നമ്മുടെ അനാറ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള റാഗി മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. നമ്മുടെ റാഗി ഇതിലേക്കിട്ട് നമ്മൾ ആവശ്യത്തിന് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഏതെല്ലാം ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ, നിങ്ങൾക്ക് കഴിക്കാൻ ഏതെല്ലാം ഫ്രൂട്ട്സാണ് ഇഷ്ടം, അതെല്ലാം നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. കിവിപ്പഴം, അതുപോലെ ആപ്പിള്, മുന്തിരി, ഉണക്കമുന്തിരി, കാഷ്നട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാക്കിയുള്ള കസ്കസും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കിക്കേ, ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് അത് പിന്നെ
ചെറിയ പീസുകളായി മുറിച്ചിടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാനിത് ഇങ്ങനെ തന്നെ അങ്ങ് ഇട്ടു. അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ റാഗിയുടെ ഗുണങ്ങളെക്കുറിച്ചൊന്നും പറയണ്ടല്ലോ. റാഗിയെക്കുറിച്ച് അതുപോലെ റാഗി കൊണ്ട് ഞാൻ 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി ആ വീഡിയോസ് കാണണം. റാഗി കൊണ്ട് എന്തൊക്കെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളതെന്ന്. നമ്മുടെ ചാനൽ ജോളി റജി സൂപ്പർ വ്ളോഗ് എന്നാണ് ചാനൽ നെയിം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാം. അതുകൂടാതെ എന്ത് ചെയ്യുക, പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. വയറിന് വളരെ സുഖകരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ അറിയിക്കുക. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. ഞാൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഇങ്ങനെ ഉണ്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ആ ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവറും കസ്കസും ഇടയ്ക്ക് അനാറ് അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ഇത് തണുപ്പിച്ച് കഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് തണുക്കാനായിട്ട് വെച്ച് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. അതല്ല തണുപ്പ് വേണ്ടാത്തവർക്ക് ഇതുപോലെ ഡയറക്റ്റ് മിക്സ് ചെയ്ത് അങ്ങനെയും കഴിക്കാം കേട്ടോ. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. പക്ഷേ തണുപ്പ് പറ്റാത്തവരുണ്ടാവുമല്ലോ, അപ്പം ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റി തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ.